ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടർ ആൻഡ് വെൽക്കം ടു ഇന്റർവ്യൂ മെന്റർഷിപ്പ് സീരീസ്. നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ബോഡി ലാംഗ്വേജിനെ കുറിച്ചിട്ടും കണ്ടന്റിനെ കുറിച്ചിട്ടും കോർ സ്കിൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഡാഫ് മാപ്പിങ്ങിനെ കുറിച്ച് ചെയ്യാം. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡാഫ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം? കാരണം നേരത്തെ നമ്മൾ സിലബസ് വായിച്ചപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് എടുത്തു പറഞ്ഞു. ഇന്റർവ്യൂവിനും ഒരു സിലബസ് ഉണ്ട്. അതിൽ യുവർ കരിയർ യുവർ കംപ്ലീറ്റ് എൻറ്റയർ കരിയർ ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഡയറക്ടർ ബോർഡ് എന്ന് പറയുമ്പോൾ ആ ഒരു മൊത്തം ഒരു ബോർഡിന്റെ മുന്നിൽ, ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ നമുക്ക് നമ്മുടെ പേപ്പറും ഡാഫ് എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഒരു പേപ്പറാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അതിൽ കംപ്ലീറ്റ് നമ്മൾ ഫില്ല് ചെയ്യുന്ന ഇൻപുട്സ് ആണ് ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഉണ്ടാവുക. അപ്പോൾ ഈ ഇൻപുട്സ് എല്ലാം അവരുടെ കയ്യിലുണ്ടാവും. ഇത് വെച്ചിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ അടുത്ത സീരീസിലെ ഇന്റർവ്യൂ എങ്ങനെയൊക്കെ പോവാം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഡെഫിനറ്റ്ലി അത് നല്ലൊരു ഫീലിംഗ് തന്നെയാണ്. നമ്മൾ അവിടെ പോയി ഇരിക്കുമ്പോൾ ഇറ്റ് ഫീൽസ് റിയലി ഗുഡ്. നമ്മുടെ ഒരു വലിയൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. അവിടെ പോയി ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നും. അപ്പോൾ അവിടെ നമ്മൾ ഇരിക്കുമ്പോൾ വന്ന ഉടനെ തന്നെ ജെന്റിൽമെൻ പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ റീസെന്റ് ജോർജിയ ഇലക്ഷൻസ്, വൈ ഡു യു സേ ദർ ഇസ് ആക്ച്വലി a big time corruption involved in this, how is Russia handling that എന്ന് ആദ്യം തന്നെ ചിലപ്പോൾ അങ്ങനെ ചാടിക്കയറി ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ചോദിച്ചാൽ അവർക്കറിയാം, അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ടെൻഷൻ ഉണ്ടെന്നൊക്കെ അറിയാം. അപ്പം നമ്മുടെ അടുത്ത് അവർ പറയുന്ന കാര്യം നമ്മൾ ആദ്യം അവർ നമ്മുടെ പേര് വായിക്കും ഡെഫിനറ്റ്ലി. സോ എൻ്റെ പേരാണെങ്കിൽ ഹായ് അർജുൻ ആർ ശങ്കർ, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദ ബോർഡ്. വേണമെങ്കിൽ അത് ചോദിക്കാം, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കാം ഹായ് അർജുൻ ആർ ശങ്കർ, ഇറ്റ് സീംസ് ദാറ്റ് യു ആർ കമ്മിങ് ഫ്രം കേരള, ഇന്ന സ്ഥലത്തു നിന്നാണ് നിങ്ങൾ വരുന്നത്, യു ആർ കമ്മിങ് ഫ്രം ട്രിവാൻഡ്രം, അപ്പോൾ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാം ഇന്റർവ്യൂവിൽ. പലപ്പോഴും ചില വേഴ്സ് സിനാരിയോയിൽ ഞാനിപ്പോൾ ചോദിച്ച പോലെ ജോർജിയൻ ഇലക്ഷന് ചോദിച്ചുകൂടായികയില്ല എന്നല്ല, പക്ഷെ പൊതുവെ ബോർഡേഴ്സ് കുറച്ച് ലിബറലായിട്ട് നമ്മളെ ഒന്ന് വെൽക്കം ചെയ്ത് നമ്മളെ ഒന്ന് ആ ട്രാക്കിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് പോകും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഡാഫ്. നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ്. ഈ ഡോക്യുമെന്റ് അനുസരിച്ചിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉള്ളത്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഇന്നത്തെ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ നമുക്കൊരു കാര്യം അറിയാം, എന്തായാലും 275 മാർക്കിനാണ് ഇന്റർവ്യൂയുടെ ഫൈനൽ സ്കോർ ഇരിക്കുന്നത്. ഇതിൽ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അത്യാവശ്യം നന്നായി പെർഫോം ചെയ്താൽ, നമ്മൾ ചോദിക്കുന്ന അത്യാവശ്യം നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 190, 190 വാങ്ങിച്ച എത്രയോ ആൾക്കാർ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ 200 മുകളിൽ വാങ്ങിച്ച ആൾക്കാർ നമ്മുടെ ഇവിടെ ഉണ്ട്. സോ നന്നായി പെർഫോം ചെയ്ത ഒരു 180 to 200 നമുക്കൊരു സ്കോർ കൊണ്ടെത്തിക്കാൻ നമുക്ക് പറ്റും. സോ നിങ്ങളുടെ മെയിൻസിന് എന്തായാലും കഴിഞ്ഞു, ഒന്നും ചെയ്യാനില്ല. ഇന്റർവ്യൂവിൽ എത്ര എത്തിയാലും മെയിൻസിന്റെ കൂടെ നമുക്ക് ഇന്റർവ്യൂവിന്റെ ആ ഒരു മാർക്കിൽ ഒരു 180 to 200 മാർക്സിനുള്ളിൽ ഒരു മാർക്കും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഗോയിങ് ടു ഇൻക്രീസ് യുവർ സ്കോർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡാഫ് വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യം ഇതിൽ തന്നെ ആദ്യം തന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെയാണ് ഉള്ളത്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അതേപോലെ ഓൾറെഡി ഇന്റർവ്യൂവിന് പോയിട്ടുള്ള ആൾക്കാർക്ക് ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഡാഫിന്റെ മാപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് നമുക്ക്, പിന്നെ നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അച്ഛൻ്റെ അഡ്രസ്സ്, അമ്മയുടെ അഡ്രസ്സ്, അച്ഛൻ്റെ ജോലി, അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു, നമ്മുടെ ഓപ്ഷണൽ സബ്ജക്ട് എന്തായിരുന്നു, ഏത് ലാംഗ്വേജിലാണ് നമ്മൾ പരീക്ഷ എഴുതിയത്, ബാക്കി ഡീറ്റെയിൽസ്, അച്ഛൻ്റെ അമ്മയുടെയും ആനുവൽ വരുമാനം എത്ര വരുമാനമുണ്ട്, ഈവൻ അച്ഛൻ ജോലി ചെയ്തിരുന്ന ലാസ്റ്റ് ടൈം ഞാൻ ഓരോന്ന് പറയുമ്പോൾ ഓർത്തോർത്ത് പറഞ്ഞു പോകും. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അച്ഛൻ KSRTC എങ്ങാണ്ട് ജോലി ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോക്ക് ഇന്റർവ്യൂ തന്നെ അവരെടുത്ത് ചോദിച്ച ചോദ്യമുണ്ട്. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ശരിക്കും ഇന്ത്യയിൽ എങ്ങനെയാണ് നന്നായിട്ട് വരുന്നത്, നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഈ സിസ്റ്റംസ് ഒക്കെ പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ, ലോസില, എന്തുകൊണ്ടാണ് പല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ലോസ് മേക്ക് ചെയ്യുന്നത്, ക്യാൻ യു ടെൽ us the reason for that, what do you suggest? അപ്പോൾ അച്ഛൻ്റെ ജോലിയിൽ നിന്നാണ് അതവിടെ വന്നത്. വേറെയും ഐ ക്യാൻ റിമെമ്പർ എ ഫ്യൂ എക്സാമ്പിൾസ്. ലൈക്ക് അച്ഛൻ കർഷകനായിരുന്ന സമയത്ത് അഗ്രികൾച്ചർ റിലേറ്റഡ് ചോദ്യം വെച്ച് അവർ സ്റ്റാർട്ട് ചെയ്തു. കർഷകരുടെ ലോൺ എഴുതി തള്ളുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ സ്കീംസിനെ കുറിച്ച്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഡാഫ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഡാഫ് മാപ്പിങ്ങും നേരത്തെ പറഞ്ഞ മൈൻഡ് ഫുൾ സർക്കിളും ഇതെല്ലാം ഇതിനകത്ത് തന്നെയാണ് വരുന്നത്, നമ്മുടെ ഇത് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ എന്തായാലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. നമ്മൾ ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ, SC ആണെങ്കിൽ, ST ആണെങ്കിൽ, OBC ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പ്രധാനമായിട്ടും ഇതിനകത്ത് നമ്മുടെ 10ാം ക്ലാസ് തൊട്ട് 10th സ്റ്റാൻഡേർഡ് തൊട്ട് 12th സ്റ്റാൻഡേർഡ് തൊട്ട് നമ്മുടെ കോളേജ്, പോസ്റ്റ് ഗ്രാജുവേഷൻ, ഡിഗ്രി, ഇതൊക്കെ നിങ്ങൾ ഏത് സ്കൂളിൽ പഠിച്ചു, എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു, സ്കൂളിൻ്റെ പേരെന്താണ്,
CBSE ആണോ, സ്റ്റേറ്റ് സിലബസ് ആണോ, ICSE ആണോ, കോളേജിന്റെ പേര് എന്തൊക്കെയാ, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾ പഠിച്ചത്, അതേപോലെ തന്നെ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടോ, എവിടെയാണ് ജോലി ചെയ്തിട്ടുള്ളത്, അതിൽ എത്ര കാലം ടെമ്പററി ആയിട്ടാണോ അഡ്ഹോക് ആയിട്ടാണോ, ഏത് കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ ജോലി ചെയ്തത്, എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്തത്, നിങ്ങളുടെ ശമ്പളം എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെ ഇതിനകത്ത് ചോദിക്കാം, നിങ്ങളുടെ റെമ്യൂണറേഷൻ എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം ചോദിക്കാനുള്ള കാര്യമാണ്. നമ്മളിവിടെ സ്കൂളിൽ നമുക്ക് വേറെ ഒന്നും എഴുതാനില്ല. പക്ഷേ നിങ്ങൾ പഠിച്ച, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ദർ വാസ് ലോയോള സ്കൂളിൽ പഠിച്ച ഒരാളുടെ അടുത്ത് ചോദിച്ചിരുന്നു, ഇഗ്നേഷ്യസ് ലോയോളയെ കുറിച്ചിട്ട് പറയാൻ പറഞ്ഞിരുന്നു. അതേപോലെ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കോളേജിൽ പഠിച്ചൊരു കോളേജിനടുത്ത് റിഫോം മൂവ്മെന്റ്സും ദ റോൾ ഓഫ് റിഫോമേഴ്സ് ഇൻ കേരള ആൻഡ് വൈ ഡു യു ഹൗ വാസ് യുവർ ഒപ്പീനിയൻ റോൾ ഓഫ് റിഫോമേഴ്സ് ഇൻ കേരള കമ്പയർഡ് ടു അതർ റിഫോമേഴ്സ് ഓഫ് ഇന്ത്യ. ഇതിനെക്കുറിച്ചിട്ട് കേരളത്തിൽ എന്തോരം മാറ്റം ഉണ്ടായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്കൂൾ, പിന്നെ അതിനകത്തുനിന്ന് കോളേജ്, ഇപ്പം നമ്മൾ പഠിച്ച സബ്ജക്ട്, ഇപ്പം ഇതിൽ BSc ഫിസിക്സ് ആണ്, ഇപ്പോൾ ഡാഫി ഇരിക്കുന്ന ആൾ BSc ഫിസിക്സ് ആണ് പഠിച്ചിരിക്കുന്നത്. സോ അഗെയിൻ ചോദിക്കാം, BSc ഫിസിക്സ് എടുത്തിട്ട് പിന്നെ നിങ്ങൾ ഓപ്ഷൻസ് എടുത്തിട്ട് നോക്കും, അത് ഹിസ്റ്ററി ജോഗ്രഫി ആണെങ്കിൽ ഫ്രം BSc ഫിസിക്സ് വൈ നോട്ട് ഫിസിക്സ് ഇൻ ഓഫ് സിവിൽ സർവീസ്, why did you take sociology or anthropology as your optional for the civil service examination when you have BSc physics as your graduation subject? അതിനെക്കുറിച്ച് ചോദിക്കാം. അതായിട്ട് ബന്ധപ്പെട്ട കാര്യം ചോദിക്കാം. നിങ്ങളുടെ ജോലി അവർ നോക്കും, നിങ്ങൾ ഇപ്പോൾ ഏത് വർഷമാണ് ഇന്റർവ്യൂവിന് പോകുന്നത്, അപ്പോൾ ഇത്രയും വർഷം നിങ്ങൾ എത്രാമത്തെ അറ്റംപ്റ്റ് ആണെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അറ്റംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായിട്ട് കൊടുപ്പുണ്ട് ഏത് വർഷം നിങ്ങൾ എത്ര വർഷം ജോലി ചെയ്തു, അപ്പോൾ എത്ര വർഷം നിങ്ങളുടെ ഗ്യാപ്പ് വന്നു, ഇതൊക്കെ അവർ അനലൈസ് ചെയ്യും. ഇത്രയും വർഷം പാസ് ഔട്ട് ആയിട്ട് വൈ ഡിഡ് യു ടേക്ക് എ ബ്രേക്ക് ഫോർ 5 years, വേർ യു വർക്കിംഗ്, എന്താണ് വർക്ക് ചെയ്തത്. ഇപ്പൊ ഇതിൽ തന്നെ RBIയിൽ ജോലി ചെയ്ത ഒരാളുടെ സംഭവം വന്നിരുന്നു. RBI ഗ്രേഡ് ബി കിട്ടിയ ഒരാൾ പിന്നെയും സിവിൽ സർവീസ് ചെയ്താൽ വന്നു. ബോർഡ് അപ്പം തന്നെ ചോദിച്ചു, യു ഓൾറെഡി ആർ ഇൻ എ വെരി ഗുഡ് പൊസിഷൻ, യു ആർ ഓൾറെഡി വർക്കിംഗ് വിത്ത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സോ വൈ ഡു തിങ്ക് യു വിൽ ഹാവ് ടു വർക്ക് അഗെയിൻ, സിവിൽ സർവീസ് കിട്ടുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്കുള്ളത്, RBI നല്ലതല്ലേ എന്ന് ചോദിച്ച ചോദ്യമുണ്ട്. അപ്പൊ അതിന് നമ്മൾ ജോലി ചെയ്ത സംഭവം ഇതൊക്കെ ആയിട്ട് നമുക്കൊരു ഉത്തരം നമുക്ക് അവിടെ ഉണ്ടാവണം. പിന്നെ നമ്മൾ എത്ര പ്രാവശ്യം സിവിൽ സർവീസ് പരീക്ഷ എഴുതി, മെയിൻസ് എത്തിയോ, ഇന്റർവ്യൂ എത്തിയോ എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റോൾ നമ്പർ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കിടക്കും. ഇതൊന്നും തെറ്റിച്ച് എഴുതരുത്, ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. അതിനുശേഷം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസും. പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് കിട്ടിയ പ്രൈസ്, മെഡൽ, സ്കോളർഷിപ്പ്. ഇങ്ങനെയാണ് അത് ഉണ്ടാവുക, നമുക്ക് കിട്ടിയ പ്രൈസസ്, മെഡൽ, സ്കോളർഷിപ്പ്. അപ്പൊ ഇതിനകത്ത് ഓൾറെഡി എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ വായിക്കാം. ഇതിനകത്ത് ഓൾറെഡി ആരുടെ പേര് ഞാൻ വായിക്കുന്നില്ല, പക്ഷെ എന്നാലും എഴുതാം. സ്കോളർഷിപ്പ് വിന്നർ ആയിരുന്നു, ഇന്റർ കോളേജിയറ്റ് ക്വിസ് കോമ്പറ്റീഷൻസിലെ ചാമ്പ്യൻ ആയിരുന്നു, ഡിബേറ്റിംഗ് ചാമ്പ്യൻ ആയിരുന്നു, അതേപോലെ essay റൈറ്റിംഗ് കോമ്പറ്റീഷന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയുണ്ട്. അതേപോലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് വിന്നർ ആണ് എന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതേപോലെ സ്പോർട്സ് NCCയിലൊക്കെ എന്തെങ്കിലും പൊസിഷൻ ഉണ്ടോ അതിൽ എഴുതിയിട്ടുണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ക്രിക്കറ്റിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആയിരുന്നു, കോളേജ് ടീമിലെ ക്യാപ്റ്റൻ ആയിരുന്നു, ഫുട്ബോൾ ടീം കളിച്ചിരുന്നു, ഫുട്ബോൾ ഇഷ്ടമാണ്, ടെന്നീസ് കാണാൻ ഇഷ്ടമാണെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇതിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. രസകരമായിട്ടുള്ള സംഭവമാണ്. ഇതിനകത്തും റീഡിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ അതും വളരെ ജനറിക് ആണ്. റീഡിംഗ് എന്ത് എന്ന ചോദ്യമുണ്ട്. അതേപോലെ വാച്ചിങ് മൂവീസ്, പ്ലേയിങ് ക്രിക്കറ്റ്, ബൈക്ക് റൈഡിങ്. അപ്പൊ ഇത് എന്ത് വേണോ എഴുതാം, ബൈക്ക് റൈഡിങ്, ഫോട്ടോഗ്രാഫി, ക്യാമറ ഇതിനകത്ത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡാഫിലേക്കുള്ളത്. അപ്പോൾ ഈ എഴുതുന്ന എന്തിനെ കുറിച്ചും ചോദിക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് നമുക്ക് ഡാഫ് മാപ്പിംഗിലേക്ക് ഞാൻ കിടക്കാം. എങ്ങനെയാണ് നമ്മൾ ഇതിന്നൊക്കെ ചോദ്യം പഠിക്കേണ്ടത് എന്നുള്ളത് വേറൊരു സെഷൻ ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ബൈക്ക് റൈഡിംഗ് ഉള്ള സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരാളുടെ പ്രൊഫൈൽ ഉണ്ടായിരുന്നു, ക്യാമറ ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ക്യാൻ യു ടെൽ മീ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഡോക്യുമെന്ററി മേക്കേഴ്സ് ഇൻ ഇന്ത്യ, ടെൽ us a very important documentary that has inspired your life എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ സമയത്താണ് ആലോചിക്കുന്നത്, എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. കാർട്ടൂൺ കാണുന്ന ഒരാളെ കുറിച്ചുണ്ടായിരുന്നു. അതേപോലെ ക്യാമറ, ഫോട്ടോഗ്രാഫി ഉള്ള ഒരാളുടെ അടുത്ത് ചോദിച്ചു, ടെൽ മീ 5 famous international photography magazines, what is so unique about all those magazines. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്താണോ എഴുതുന്നത് അതിനെക്കുറിച്ച് മുഴുവൻ അറിഞ്ഞിരിക്കണം. A to Z 360 you have to be aware about that. ഡാഫ് കഴിഞ്ഞില്ല, ഇതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ കാഡർ അലോട്ട്മെന്റ് ഉണ്ട്. പണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ് തന്നെ നമുക്ക് കേഡറായിട്ട് എടുക്കാം. പക്ഷെ ഇപ്പൊ സോൺ തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സോൺ 1 എന്ന് പറയുന്നത് ആഗ്മട്ട്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ. സോൺ 2 ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഉത്തർപ്രദേശ്. അടുത്ത ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. പിന്നെ നോർത്ത് ഈസ്റ്റ് കേഡർ സോൺ 4, അസം, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര. പിന്നെ ആന്ധ്രാപ്രദേശ്, കർണാടക, കേരള, തമിഴ്നാട്, തെലങ്കാന. അപ്പൊ ഈ കേഡർ വരുന്ന സമയത്ത് നമ്മൾ സോൺ 5 നമുക്ക് പ്രിഫറൻസ് വെക്കാം. സോൺ 1
ഇപ്പോൾ സോൺ 5 ആണ് കേരള, കർണാടക, ആന്ധ്ര, തെലങ്കാന എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ പ്രിഫറൻസ് 1 ആണെങ്കിൽ നമ്മുടെ പ്രിഫറൻസ് നമുക്ക് അവിടെ 1 ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. സോ യു ക്യാൻ മാർക്ക് യുവർ പ്രിഫറൻസ് ആസ് 1. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവിടെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കേഡർ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഇവിടെ വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ സർവീസ്. നമുക്ക് എത്ര സർവീസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IAS, IPS, ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇങ്ങനെ വലിയൊരു നീണ്ട സർവീസ് ലിസ്റ്റ് നമുക്ക് കിട്ടും. ഇതിൽ നമ്മൾ 1, 2, 3, 4, 5, 6 വെക്കണം. അതനുസരിച്ചാണ് നമുക്ക് സിവിൽ സർവീസ് കിട്ടുന്നത്. അപ്പോൾ ഇതും ചോദിക്കാവുന്ന കാര്യമാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് IFS ആണ് വെച്ചിരിക്കുന്നത്, രണ്ടാമത്തെ പ്രിഫറൻസ് IAS, പിന്നെ IPS എന്ന് പറയുന്ന സെഗ്മെന്റ് ഇതിനകത്ത് വെച്ചിട്ടേ ഇല്ല. നിങ്ങളുടെ 12ാമത്തെ പ്രിഫറൻസ് ആണ് IPS. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ യൂണിഫോം ഇടാൻ ആഗ്രഹിക്കുന്നില്ല? സോ വൈ യു ഹാവ് ടു ടെൽ മീ എ റീസൺ. അതേപോലെ ഇതിൽ പ്രിഫറൻസ് വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടോ, മണിപ്പൂർ ഇതിൽ 1, 2, 3, 4, 5, 6 ഇദ്ദേഹം വെച്ചിട്ടുണ്ട്. നാഗാലാൻഡ്, സിക്കിം, ഫസ്റ്റ് വെസ്റ്റ് ബംഗാൾ, സെക്കൻഡ് സിക്കിം, 3ാമത് മേഘാലയ, അസാം, 4ാമത് ത്രിപുര, 5ാമത് നാഗാലാൻഡ്, 6ാമതാണ് മണിപ്പൂർ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം, മണിപ്പൂരിന്റെ പ്രശ്നങ്ങൾ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാം, മണിപ്പൂരിന്റെ ഇഷ്യൂ എന്താണ്? വൈ ആർ യു നോട്ട് കീപ്പിംഗ് മണിപ്പൂർ ആസ് യുവർ ഫസ്റ്റ് ഓപ്ഷൻ? വൈ യു ഹവ് നോട്ട് കെപ്റ്റ് മണിപ്പൂർ ആസ് യുവർ ഫസ്റ്റ് ഓപ്ഷൻ ചോദിക്കാൻ. അപ്പം നമ്മുടെ ഡാഫിൽ ഇത്രയും ചുരുക്കം പറഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള ഡാഫ് ഇത് ഫില്ല് ചെയ്യുമ്പോൾ അത്രയും അധികം ക്ലാരിറ്റിയിൽ നമ്മൾ ഫില്ല് ചെയ്യണം. ഇനി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷന് ഈച്ച് ആൻഡ് എവ്രിതിങ്, ഡാഫ് മാപ്പിങ്ങിൽ നമുക്ക് പുറത്തുള്ള കാര്യം നമുക്ക് എന്ത് വേണോ നോക്കാം, ഡാഫിലുള്ള കാര്യത്തിൽ ഒരു കാര്യം നമുക്ക് തെറ്റാൻ പാടില്ല. അത്ര ക്ലാരിറ്റിയിൽ നമ്മൾ നമ്മുടെ ഡാഫിനെ കുറിച്ച് നന്നോണം അറിഞ്ഞിരിക്കണം. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ പേരും ഓർത്തു വെക്കണം. നമ്മുടെ പേരിൻ്റെ അർത്ഥം, ദ നെയിം, വാട്ട് ഈസ് ദ നെയിം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് യുവർ നെയിം, അതിൻ്റെ പേരും ചോദിക്കാം. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഡാഫിനുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ A to Z മനഃപ്പാടമാക്കിയിരിക്കണം. അതിനെക്കുറിച്ച് ഏത് കോമ്പിനേഷൻ വന്നാലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, സോ ഇതാണ് ഡാഫ് മാപ്പിംഗ്. ഞാൻ ഡാഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. ഇനി എങ്ങനെ മാപ്പ് ചെയ്യണം എന്നുള്ളത് അടുത്ത വരുന്ന എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.